ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻഡിഎയിലേക്ക് കൂടുതൽ കക്ഷികളെത്തുന്നു. ടിഡിപി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി. ഒഡീഷയിൽ ബിജെപി ഓഡിൻ എൻഡിഎയുടെ ഭാഗമാകും. ത്രിപുരയിൽ തിപ്രമോദ അടുത്തിടെ എൻഡിഎയിൽ ചേർന്നിരുന്നു. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകളാണോ കിട്ടുന്ന? ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടന്നിട്ടുണ്ടോ? ടിഡിപി അധ്യക്ഷനൊപ്പം തന്നെ അമിത്ഷായുമായി നടന്ന ചർച്ചയുടെ സൂചനകൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻഡിഎയിലേക്ക് കൂടുതൽ കക്ഷികൾ എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ടിഡിപി നേതാവും ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി. നേരത്തെ ടിഡിപി എ.ബി. വാജ്പേയിയുടെ കാലത്തും അതിനുശേഷവുമൊക്കെ എൻഡിഎയുടെ ഭാഗമായിരുന്ന കക്ഷിയായിരുന്നു. എന്നാൽ പിന്നീട് എൻഡിഎക്ക് പുറത്തു പോവുകയും ബിജെപി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ചന്ദ്രബാബു നായിഡുവും ടിഡിപിയും പലതവണ വീണ്ടും എൻഡിഎ പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ ശ്രമിച്ചിരുന്നു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ടിഡിപി തിരിച്ച് എൻഡിഎയിൽ എത്തുന്നതിന്റെ ചില സൂചനകൾ വരുന്നു. ഒപ്പം 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒഡീഷയിൽ ബിജു ജനതാദളും ബിജെപിയും തമ്മിൽ വീണ്ടും സഖ്യമുണ്ടാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ബിജെഡി സഖ്യം ആ രീതിയിലുള്ള എൻഡിഎ സഖ്യമാകും കോൺഗ്രസിനെ ഒഡീഷയിൽ നേരിടുന്നത്. ടിപ്രമോദ ത്രിപുരയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷിയാണ്. കഴിഞ്ഞ ദിവസം ടിപ്രമോദ എൻഡിഎയുടെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമായി കൊണ്ട് എൻഡിഎയുടെ മുന്നണിയിലേക്ക് കടന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട കക്ഷികൾ, ഒപ്പം മുൻപ് എൻഡിഎയുടെ ഭാഗമായിരുന്ന കക്ഷികൾ ടിഡിപി ആണെങ്കിലും RLD ആണെങ്കിലും ഇത്തരം കക്ഷികളെല്ലാം തിരിച്ച് എൻഡിഎയിലേക്ക് വരുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ലക്ഷ്മി, ഗൗതം സൂചിപ്പിച്ചതിലാണ് ടിഡിപി ഉൾപ്പെടെ ഒരുപക്ഷെ എന്നേക്കുമായി അടഞ്ഞ വാതിലുകളാണ് ആ ഒരു സഖ്യവുമായി ബന്ധപ്പെട്ടെന്ന് തോന്നിയിരുന്നെങ്കിലും തിരിച്ച് വരാനുള്ള കാരണം പ്രധാനമായും ആശയപരമായ വിഷയങ്ങളിൽ ബിജെപിയുമായി ചേർന്ന് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒത്തുചേർന്നു എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടിയായിരിക്കുമല്ലോ അല്ലേ ഈ കക്ഷികളുടെ മടങ്ങി വരവൊപ്പം തന്നെ കൂടുതൽ കക്ഷികൾ എൻഡിഎയിലേക്ക് ചേരുന്നത്? ലക്ഷ്മി, നേരത്തെ തന്നെ ആശയപരമായ യോജിപ്പ് ചില കക്ഷികൾക്കുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഡിഎ മുന്നണി വിട്ടവരുണ്ട്. ഒപ്പം ഈ അധികാരത്തിന്റെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എൻഡിഎ ബന്ധം ഉപേക്ഷിച്ചവരുണ്ട്. പക്ഷെ ഇവരെല്ലാം ഇപ്പോൾ ദേശീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, JDU ബീഹാറിൽ തിരിച്ചു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ പലപ്പോഴും ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിതീഷ് കുമാർ പുറത്തുപോയതെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവും മറ്റും പൂർത്തിയായതിനു ശേഷം JDU ഒറ്റയടിക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. ഒപ്പം ശിവസേന നേരത്തെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനൊപ്പം പോയെങ്കിൽ പിന്നീട് ശിവസേനയിലെ പ്രബല വിഭാഗം ഭൂരിപക്ഷം MLA-മാരും MP-മാരും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ തിരിച്ചു വന്നത് തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കാരണം ശിവസേനയ്ക്ക് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ശിവസൈനികർക്ക് പറ്റില്ല എന്നും അത് ശിവസേനയുടെ നിലപാടുകൾക്ക് എതിരാകുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഏക്നാഥ് ഷിൻഡെയും കൂട്ടരും ശിവസേന ഭൂരിപക്ഷം ശിവസൈനികരുടെ പിന്തുണയുള്ള ശിവസേന എൻഡിഎയുടെ ഭാഗമായത്. അത്തരത്തിൽ ദേശീയ നിലപാടുകൾ സ്വീകരിക്കാൻ താല്പര്യമുള്ള മുഴുവൻ കക്ഷികളും ഇപ്പോൾ എൻഡിഎയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.